ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ LED സ്ട്രിപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അഡാപ്റ്റർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, എത്ര വാട്ടാണ് എടുക്കേണ്ടത്, ഫുൾ ഡീറ്റെയിൽ ആണ് ഇത് നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട 5 മീറ്ററിൽ നമ്മൾ ഈ LED സ്ട്രിപ്പ് യൂസ് ചെയ്താൽ 60 വാട്ട് എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് 5 മീറ്ററിൽ നമ്മൾ 60 വാട്ടാണ് ഇതിൻ്റെ ഈ LED സ്ട്രിപ്പിൽ എടുക്കുന്നത്. അത് 12 വോൾട്ടിൻ്റെ ആണ് വരുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന LED സ്ട്രിപ്പ്. ഇതെങ്ങനെ നമുക്ക് ആദ്യമേ തന്നെ അത് ഒട്ടിക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സീലിങ്ങിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒട്ടിക്കാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട കറക്റ്റായിട്ട് വെക്കേണ്ട സ്ഥലങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അളവിൽ, സ്ക്വയറിൽ അളവിൽ എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള 1/2 ഇഞ്ച് ചാനൽ നമ്മൾ പൈപ്പിനൊക്കെ ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ വയറിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന 1/2 ഇഞ്ച് ചാനലാണ് ഈ കാണുന്നത്. ഈ 1/2 ഇഞ്ച് ചാനൽ നമ്മൾ ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. യോജിപ്പിക്കേണ്ട സ്ഥലത്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ LED ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ആ ബാക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പശ പൊളിഞ്ഞ് കിട്ടും, ആ പേപ്പർ കിട്ടും. അത് കറക്റ്റായിട്ട് അവിടെ ഒട്ടിക്കുക. അതിനുശേഷം ജസ്റ്റ് വലിച്ചു പോയാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. അല്ലാതെ ഡയറക്റ്റായിട്ട് സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാവുന്ന സമയത്ത് പൊളിഞ്ഞു പോകുന്നതിനും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ അതായത് വിട്ടു പോകുന്നതിന് ഇടയാക്കും. ഇതിങ്ങനെ ശരിക്കും ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ടേപ്പുകൾ കൊടുക്കണമെന്ന് മസ്റ്റാണ്. അത് ഞാൻ ജസ്റ്റ് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് കയറി കാണാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട അഡാപ്റ്റർ ഇത് അതുപോലെ തന്നെയാണ്. മിനിമമായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 മീറ്ററിൽ ഏറ്റവും കുറഞ്ഞത് 1 ആംപിയർ എങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, കാരണം അത് തെളിയിക്കുന്നതാണ് ഇത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 60 വാട്ടിൻ്റെ 12 വോൾട്ട് 60 വാട്ടാണ് ഇതിൻ്റെ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട LED സ്ട്രിപ്പും 5 മീറ്റർ 60 വാട്ടാണ് വരുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ട 12 വോൾട്ട് 5 ആംപിയറാണ്. 5 ആംപിയർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 60 വാട്ടാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന LED സ്ട്രിപ്പ് ഇതുപോലെ തന്നെ 60 വാട്ടാണ് വരുന്നത്. ഇത് കറക്റ്റായിട്ട് 60 വാട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് 5 മീറ്ററിന് ഈ 5 മീറ്ററിൽ വരുന്നത് 5 ആംപിയറെങ്കിലും നമ്മൾ കൊടുക്കണം. സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മീറ്ററിൽ 1 ആംപിയർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതായത് ജസ്റ്റ് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് LED സ്ട്രിപ്പ് വർക്ക് ചെയ്യും നമ്മൾ കുറഞ്ഞ ആംപിയർ, അതായത് 5 മീറ്ററിൽ ചിലപ്പോൾ 2 ആംപിയറൊക്കെ കൊടുത്താൽ വർക്ക് ചെയ്യും. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് LED കിടന്ന് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് വീണ്ടും നമ്മൾ പിന്നീട് മാറ്റി 5 ആംപിയറിലേക്ക് ആക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ 1 മീറ്ററിൽ 1 ആംപിയർ എന്ന രീതിയിൽ തന്നെ നമ്മൾ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു രൂപക്കൂടാണ് വരുന്നത്. രൂപക്കൂടിൻ്റെ സൈഡിൽ വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിങ്ങിലും നമ്മൾ കൊടുത്തിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ 10 മീറ്റർ ഉണ്ടെങ്കിൽ 2 അഡാപ്റ്റർ വെച്ച് കൊടുക്കുക. അതായത് 10 മീറ്റർ ആണെങ്കിൽ 10 ആംപിയറിൻ്റെ അഡാപ്റ്റർ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ 2 സ്പ്ലിറ്റ് ചെയ്ത് 2 സൈഡുകളിലേക്കും 5 ആംപിയറിൻ്റെ വെച്ച് കൊടുക്കുക. അപ്പോൾ 1 മീറ്ററിൽ മിനിമം 1 ആംപിയറെങ്കിലും മിനിമം നമ്മൾ കൊടുത്തിരിക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് കംപ്ലയിൻറ്റ് ഒഴിവാക്കാം, ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് LED സ്ട്രിപ്പ് എങ്ങനെ കൊടുക്കാമെന്ന്, എത്ര ആംപിയറിൻ്റെ അഡാപ്റ്റർ കൊടുക്കാമെന്ന്, എത്ര മീറ്ററിൽ എത്ര ആംപിയറിൻ്റെ അഡാപ്റ്റർ കൊടുക്കാമെന്ന് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.